ഹായ് ഹലോ. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഞാൻ ഇന്ന് എവിടത്തോട്ടാണ് ഈ യാത്ര എന്ന് വെച്ചാൽ നമ്മുടെ നീലേശ്വരംകാരുടെ സ്വകാര്യ അഹങ്കാരമായിട്ടുള്ള നമ്മുടെ മന്നംപുറത്ത് കാവിലെ കലശം കാണാനാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കാവിലെ കലശമാണ് നമ്മുടെ ഉത്തര മലബാറിലെ എല്ലാ തെയ്യക്കോലങ്ങളുടെ അവസാനമായിട്ട് നമ്മൾ കാണുന്നത്. കലശം കഴിഞ്ഞാൽ നമുക്ക് ഒറ്റൊരു വിഷമമാണ്, കാരണം ഇനി അങ്ങോട്ട് തെയ്യക്കോലങ്ങൾ കാണാൻ കുറേ കാത്തിരിക്കണം. അപ്പോൾ നമ്മളിതാ കലശത്തിലോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള വഴിയിലാണുള്ളത്. ഒരു റെയിൽപാതം കടന്ന് വേണം നമ്മൾ നമ്മുടെ കലശത്തിൻ്റെ അടുത്തോട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറേ വെയിറ്റ് ചെയ്യാണ്. നമ്മുടെ ട്രെയിൻ ഉണ്ടാവും, ട്രെയിനൊക്കെ പോയിട്ട് സൂക്ഷിച്ച് വേണം നമ്മൾ ഈ ഒരു റെയിൽപാളം മുറിച്ച് കിടക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഒരുപാട് ആൾക്കാരുണ്ടാവും, രണ്ട് വശത്തും അങ്ങോട്ട് പോകാനും ഇങ്ങോട്ട് തിരിച്ച് വരാനൊക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ കാത്തു നിൽക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മുടെ ഇവിടെ നടന്ന് നമ്മൾ നേരെ ഓപ്പോസിറ്റ് സൈഡിലോട്ട് പോവാണ്. അവിടെയാണ് നമ്മുടെ കാവുള്ളത്. അപ്പോൾ സൂക്ഷിച്ചൊക്കെ നടന്ന് നേരെ മുന്നോട്ട് പോയി കാവിലെ കലശം കാണാൻ പോവുകയാണ് കേട്ടോ. നല്ല തിരക്കാണ് കേട്ടോ. കാവിലെ കലശത്തിൻ്റെ പ്രത്യേകത തന്നെ അതാണ്, നല്ല തിരക്കുണ്ടാവും. നമ്മളിതാ കവാടത്തിൻ്റെ അടുത്തോട്ടെത്തി നേരെ നടക്കുകയാണ്. ചുറ്റും നല്ല കടകളും കാര്യങ്ങളൊക്കെ ആയിട്ട് അത്രയും ക്രൗഡും കാര്യങ്ങളൊക്കെയാണ്. നമ്മളങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്താണ് നമ്മുടെ അങ്ങറ്റത്താണ് നമ്മുടെ ടെമ്പിൾ ഉള്ളത്. നമ്മൾ അതിൻ്റെ കവാടത്തിൻ്റെ മുന്നിൽ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ ഉള്ളിലോട്ടാണ് പോകുന്നത്. ഞാനിപ്പോൾ ഉള്ളിലെത്തി. മൊത്തത്തിൽ നല്ല തിരക്കാണ്, പുറത്തും അകത്തും മൊത്തത്തിലായിട്ട് ആൾക്കാരങ്ങ് തിങ്ങി നിറഞ്ഞിരിക്കുകയാണെന്ന് പറയും. പിന്നെ കുറേ അനൗൺസ്മെൻ്റൊക്കെ ഉണ്ട്, നമ്മളൊക്കെ സൂക്ഷിക്കുകയെന്നൊക്കെ. പിന്നെ എല്ലാവരും ഈ ഒരു കലശത്തിനാണ് നാട്ടുകാർ മൊത്തം ഒന്ന് അപ്പുറവും ഇപ്പുറവും ഒക്കെ കാണുന്നതെന്നൊക്കെ പറയില്ലേ, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയം പുതുക്കുകയും തമാശ പറയുകയൊക്കെ ചെയ്യുന്ന ഈ ഒരു സമയത്താണെന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഇപ്പോൾ ഓരോ ആചാരങ്ങളായിട്ട് നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഇങ്ങനെ ഈ ചെണ്ടക്കാർ 3 പേര് ഇങ്ങനെ ചെണ്ട കൊട്ടിയിട്ട് ഈ ഒരു കാവിന് വലം വയ്ക്കും. അത് 3 പ്രാവശ്യമാണ് ഈ ചെയ്യുന്നത്. ഇങ്ങനെ 2 തവണ കഴിഞ്ഞിട്ട് 3ാമത്തെ തവണയോട് കൂടിയിട്ട് ഈ ഒരു ചടങ്ങ് അവസാനിക്കുകയാണ്. അതിനുശേഷം നമുക്ക് കലശം കൊണ്ടുവരാനുള്ള തയ്യാറെടുപ്പാണ്. ഓരോ ദേശക്കാരുടെ ഇതുണ്ടാവുകയെ. അപ്പോൾ ഓരോ ആൾക്കാരിങ്ങനെ അവരുടേതായിട്ട് തനതായിട്ടുള്ള ആർപ്പു വിളികളൊക്കെ ഉണ്ടാവും. നമുക്കതൊന്ന് കേട്ടു നോക്കാം. ആർപ്പ് വിളിക്കലൊക്കെ ശേഷം നമ്മുടെ തെയ്യക്കോലം കടന്നു വരികയാണ് കേട്ടോ. നമ്മളെല്ലാവരും ഇത്രയും സമയം നിന്നത് നമ്മുടെ തെയ്യക്കോലങ്ങൾക്കും അതുപോലെ തന്നെ നമ്മുടെ കലശത്തിൻ്റെ വരവിനുമായിട്ടാണ്. അങ്ങനെ തെയ്യം നടന്നകന്ന് പോയിട്ടുണ്ട്. തെയ്യം ഇതുപോലെ 3 തവണ വലം വെക്കും കേട്ടോ. അപ്പം നമുക്ക് അടുത്ത് നിന്ന് തെയ്യത്തിനെ കാണുക എന്ന് പറയുന്ന ഒരു പ്രത്യേക തരം സന്തോഷമാണ്. അപ്പോൾ നമ്മുടെ അടുത്ത് കൂടി പോകുമ്പോൾ ആ ഒരു എന്താ പറയുക, ഒരു ഡിവോഷണൽ സ്പിരിറ്റ് അല്ലെങ്കിൽ ഒരു ഹാപ്പിനെസ് നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ ഇപ്പോൾ വെയിറ്റ് ചെയ്യുന്നത് നമ്മുടെ കലശം കൊണ്ടുവരാണ്. ഇപ്പോൾ കലശം വന്നുകൊണ്ടിരിക്കുകയാണ്. മുന്നിൽ നമ്മൾ ഇത്രയും ആൾക്കാരിങ്ങനെ ആർപ്പുവിളികളുമായിട്ടും അതുപോലെ തന്നെ ഇതൊക്കെ ആയിട്ടും പോകുന്നുണ്ടാവും. അപ്പോൾ ഇതാ കലശമാണ്, ഇതാണ് നമ്മുടെ കലശം കേട്ടോ. ഈ ഒരു കലശത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇങ്ങനെ 3 തട്ടിലായിരിക്കും ഉണ്ടാവുന്നത്. ഇത് നാച്ചുറൽ സാധനങ്ങൾ വെച്ചിട്ട് മാത്രം, അതായത് നമ്മുടെ തെങ്ങോലകൾ, നമ്മുടെ കവുങ്ങിൻ്റെ പൂവ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ച് ആണ് ഇത് അലങ്കരിച്ചിട്ടുണ്ടാവുക. അപ്പോൾ ഒരു ദേശത്തിന് മാത്രമല്ല 3 ഇതുപോലുള്ള കലശം, 3 അല്ല 2 കലശങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ 2ഉം ഇതുപോലെ വലം വെച്ചുകൊണ്ട് പോവുകയാണ്. ഇതിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ആ ഒരു ആവേശവും ആ ഒരു ആൾക്കാരുടെ ആ ഒരു എന്താ പറയുക ആകാംക്ഷയും നമ്മുടെ ആ ഒരു കാണാനുള്ള ഒരു തരത്തിലുള്ള നമ്മുടെ ഒരു സന്തോഷമുണ്ടല്ലോ. നമ്മളെല്ലാവരും അതിനു വേണ്ടി വെയിറ്റ് ചെയ്ത് ഈ ഒരു കലശം വരുന്ന സമയത്ത് നമുക്ക് ഉണ്ടാവുന്ന ആ ഒരു സന്തോഷം. സോ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ കലശത്തിൻ്റെ ഒരിത്. കുറച്ച് ക്ലിപ്സ് നമുക്ക് ഇതിൻ്റെ കാണാം. ഇതിന് ശേഷമാണ് കേട്ടോ നമ്മുടെ തെയ്യക്കോലം വരുന്നത്. തെയ്യക്കോലം വന്ന് ഇതുപോലെ വലം വയ്ക്കും. അടുത്തായിട്ട് നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്ത പോലെ നമ്മുടെ നെക്സ്റ്റ് തെയ്യമാണ് കേട്ടോ.
ഇതിന് ശേഷം നമ്മുടെ രണ്ടാമത്തെ തെയ്യം വരികയാണ്. അതിന് പിറകായിട്ട് നമ്മുടെ നേരത്തെ നമ്മൾ കണ്ട ആ ഒരു തെയ്യക്കോലം കൂടി ഉണ്ട്. ഇത് ബാലൻസ് ചെയ്തിട്ട് ആ ഒരു മുടി കൊണ്ടുവരാന്ന് പറയുന്നത് തന്നെ ഭയങ്കര എന്താ പറയുക, ആ ഒരു അത്രയും ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു ടാസ്ക്കാണ്. അപ്പോൾ നമ്മൾ ഏറ്റവും വഴിമാറി കൊടുക്കുക, അത്രയും ആ ഒരു സ്പേസ് വിട്ടു കൊടുക്കുക എന്നുള്ളത് കൊണ്ട്. കാരണം അതെവിടെയെങ്കിലും കുത്തുവയ്ക്കുകയാണെങ്കിൽ ഭയങ്കര ഒരു അപകടങ്ങളും കാര്യങ്ങളൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടക്കായിട്ട്, ഈ തെയ്യക്കോലങ്ങളുടെ ഇടക്കായിട്ടാണ് നമ്മുടെ കലശവും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ എല്ലാവരും തെയ്യക്കോലങ്ങൾ വരുന്ന സമയത്ത് നമ്മുടെ പ്രാർത്ഥിക്കാനും അതിനൊക്കെയുള്ളൊരു സ്പേസാണ് നോക്കുന്നത്. നമ്മൾ മുടി കണ്ടല്ലോ, ഇത്രയും വലിയൊരു മുടിയും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ തെയ്യക്കോലത്തിനുള്ളത്. എല്ലാവരും ഇപ്പോൾ വെയിറ്റ് ചെയ്യുന്നത് ഒന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ്, തൊഴാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ കലശം ചില സമയത്ത് തെയ്യത്തിനെ വലം വെച്ചിട്ടൊക്കെ പോകുന്ന കാണാൻ വേണ്ടിയിട്ട് പറ്റും നമുക്ക്. അപ്പോൾ നടക്കൽ തെയ്യങ്ങൾ നിൽക്കുവാണ്. അതിനുശേഷം നമ്മുടെ ഓരോ കലശങ്ങളായിട്ട് ഇതുപോലെ ഒരു 3 പ്രാവശ്യത്തിന് മുകളിൽ അത് ഈ ടെമ്പിളിന് വലം വെക്കുന്നതാണ്. നമ്മുടെ കലശത്തിൻ്റെ ഇടയിൽ കൂടി ഒരു തല്ലൊക്കെയാണ് കേട്ടോ നടക്കുന്നത്. 2 ദേശക്കാർ തമ്മിൽ ചെറിയ വാക്പോരും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് പതിവാണെന്ന് പറയുന്ന പോലെ എല്ലാവരും സമാധാനത്തിനും സംയമനത്തിനുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. തെയ്യക്കോലങ്ങൾ അവിടെയുണ്ട്, കലശവും അതുപോലെ തന്നെ അപ്പുറപ്പുറമൊക്കെ ആയിട്ടുണ്ട്. പക്ഷേ അസ്വസ്ഥങ്ങൾ എന്നൊക്കെ പറഞ്ഞ പോലെ എപ്പോഴും ഉണ്ടാവുന്ന പോലെയൊക്കെ ഉണ്ട് അവിടെ. കലശം വന്നു, അവിടെ നമ്മളൊരു സ്റ്റാൻഡിലോട്ട് വയ്ക്കാൻ പോവുകയാണ്. അവിടെ കലശം ചുറ്റി കഴിഞ്ഞതിന് ശേഷം അവിടെ വയ്ക്കുകയാണ്. ഈ സമയത്താണ് നമ്മുടെ കലശത്തിൻ്റെ മുകളിൽ നിന്നെല്ലാം പൊട്ടിച്ച് എല്ലാവർക്കും കൊടുക്കുന്നതൊക്കെ ആ സമയത്താണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും എല്ലാവരും ഇങ്ങനെ ആ ഒരു കിണ്ടി എന്ന് പറഞ്ഞിട്ട് നമ്മളൊക്കെ പറയാം, ആ കിണ്ടിയിൽ നിന്ന് വെള്ളം കുടിക്കുകയാണ് എല്ലാവരും. വന്നിട്ട് അത്